അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മൾ ഒരു മദ്രസയിൽ ഇപ്പോൾ പുതുതായിട്ട് അഡ്മിഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിരുന്നു. നമ്മളൊരു മദ്രസയിൽ നിന്ന് TC വാങ്ങിയിട്ട് മറ്റൊരു മദ്രസയിൽ ചേരുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത്, രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ഏത് മദ്രസക്കാണോ TC വാങ്ങിയിട്ടുള്ളത് വെച്ചാൽ ആ മദ്രസയിലെ ഉസ്താദുമാർ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഏത് മദ്രസക്കാണോ കുട്ടീൻ്റെ TC വാങ്ങിയിട്ടുള്ളത് എങ്കിൽ ആ മദ്രസേൻ്റെ നമ്പർ ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. ഏത് മദ്രസക്കാണോ TC വാങ്ങിയിട്ടുള്ളത് ആ മദ്രസേൻ്റെ നമ്പർ, അപ്പോൾ മദ്രസേൻ്റെ പേര് ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുക. അത് ഓക്കെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ മദ്രസേൻ്റെ പേരിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുക. തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നേരെ താഴെ നീല ബട്ടൺ കാണാം, പ്രൊസസ്സർ ടു അഡ്മിഷൻ ഫോം എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മദ്രസേൻ്റെ പേര്, ആ മദ്രസേൻ്റെ സദർ മുഅല്ലിമിൻ്റെ പേര്, സെക്രട്ടറിയുടെ പേര് നമുക്ക് ഇവിടെ കാണിക്കും. അതിൻ്റെ ശേഷം നമ്മളിവിടെ സെലക്റ്റഡ് ക്ലാസ് എന്ന് കാണിക്കും. ഏത് ക്ലാസ്സിലേക്കാണോ നമ്മൾ ഈ കുട്ടീനെ ചേർക്കണമെന്ന് വെച്ചെങ്കിൽ ആ ക്ലാസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്ത് കൊടുക്കണം 3 എന്ന്. അതിൻ്റെ ശേഷം ഇവിടെ ഈ സെലക്റ്റഡ് ടൈപ്പ് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യുക, TC എന്നുള്ള ഭാഗം ഒന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ TC എന്നുള്ള ഭാഗം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ UID നമ്പർ ഇവിടെ ചോദിക്കും. ഈ കുട്ടിക്ക് വിദ്യാഭ്യാസ ബോർഡ് നൽകുന്ന ഒരു UID ഉണ്ട്. അത് നമ്മളിവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ആ കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. എത്രയാണോ കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചു കൊടുക്കുക. 2018 ജൂണാണ്. അപ്പോൾ ജൂൺ 15-ാം തീയതിയാണ് വരുന്നത്, 15. അപ്പോൾ നമ്മളിവിടെ ഡേറ്റ് അടിച്ചു കൊടുത്തു. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അടിയിൽ കണ്ട സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന ഒരു നീല ബട്ടൺ കാണാം. ജസ്റ്റ് ഇതിലൊന്ന് തൊട്ട് കൊടുക്കുക. ഇതിൽ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടീൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാ കുട്ടീൻ്റെ പേര്, കുട്ടീൻ്റെ വാപ്പാൻ്റെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ജോലി എന്താണെന്നുള്ളത്. അതൊക്കെ നമുക്ക് അഡീഷണലായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മദറിൻ്റെ പേര് ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ മദറിൻ്റെ മൊബൈൽ നമ്പറും നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആ കുട്ടീൻ്റെ ആധാർ കാർഡ് നമ്പർ ഉണ്ട്. തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ശരിയാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് പിന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ കുട്ടിക്ക് തിരിച്ചറിയാനുള്ള അടയാളം എന്ത് കൊടുക്കുകയാണെങ്കിലും ഇംഗ്ലീഷിൽ ക്യാപിറ്റൽ ലെറ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് നമുക്കിവിടെ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാം. അത് നമുക്ക് കുട്ടീൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ആൺകുട്ടികളാണെങ്കിൽ തൊപ്പി വെച്ച ഫോട്ടോ, പെൺകുട്ടികളാണെങ്കിൽ മുഖമക്കന ധരിച്ചിട്ടുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് പോയാൽ നേരെ ഗാലറിക്ക് പോകും. നമുക്ക് ഗാലറിയിൽ നിന്ന് ആ കുട്ടീൻ്റെ ഫോട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെ പിൻകോഡ് ചോദിക്കുന്നുണ്ടാകും, പിൻകോഡ്. അപ്പോൾ നിങ്ങൾ ഏത് മദ്രസക്കാണോ ഇപ്പോൾ പോണിച്ചാൽ ആ പിൻകോഡ് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആ പിൻകോഡ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കാണിക്കും. പിന്നെ നമ്മൾ അടിച്ച പിൻകോഡ് തന്നെ ചിലപ്പോൾ 1, 2, 3 സ്ഥലങ്ങളുണ്ടാകും. അത് കറക്റ്റ് ചെയ്യാനാണ് ഇവിടെ താഴെ എൻ്റർ പിൻകോഡ് ഫസ്റ്റ് എന്നുള്ള ഭാഗത്ത് ഇവിടെ പിൻകോഡ് അടിച്ചു കൊടുത്തിട്ട് ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയും. അതിൻ്റെ ശേഷം ഈ കുട്ടീനെ ചേർക്കാൻ വരുന്നത് ഉമ്മയാണോ വാപ്പയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നാണ് ചോദിക്കുന്നത്, രക്ഷിതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത്. ചേർക്കാൻ വരുന്ന ആളെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ വാപ്പന്നെ ആണെങ്കിൽ നേരെ ഇവിടെ ഫാദർ എന്നുള്ള ഭാഗം ഒന്ന് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. അപ്പോൾ വാപ്പാൻ്റെ അഡ്രസ്സ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഇനി അതെല്ലാം ഉമ്മയാണെങ്കിൽ ഇമ്മാൻ്റെ പിന്നെ പേര് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പം ഉമ്മാൻ്റെ പേര് ഇവിടെ ചേർത്ത് കൊടുക്കണം. ഇനി വാപ്പയല്ല ഉമ്മയല്ല വേറെ മൂത്താപ്പ എളാപ്പയാണെങ്കിൽ ഓലാണ് കുട്ടീനെ ചേർക്കാൻ വരുന്നത്, ഓല പേര് ഇവിടെ എന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ വാപ്പ തന്നെയാണ് കുട്ടീൻ്റെ രക്ഷിതാവ്, അതുകൊണ്ട് ഞാൻ ഫാദർ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അത് കഴിഞ്ഞ് നേരെ സബ്മിറ്റ് അഡ്മിഷൻ റിക്വസ്റ്റ് എന്നുള്ള ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ ഈ TC എന്തായി, ഈ ഫോം നമുക്ക് ഓക്കെ ആയി. ഇപ്പോൾ ആ മദ്രസൻ്റെ സൈറ്റിൽ ഈ ഫോം അവിടെ ചെന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവിടെ ഒന്ന് പിന്നെ ഇവിടെ ഡൗൺലോഡ് എന്നൊരു ബട്ടൺ കാണാം മുകൾ ഭാഗത്ത്. ആ ഡൗൺലോഡിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോം അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കുക. പിന്നെ നമ്മൾ പോകുമ്പോൾ ഈ ഫോമുമായിട്ടാണ് നമ്മൾ ആ മദ്രസയിലേക്ക് പോകേണ്ടത്. ആ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതുപോലത്തെ നിങ്ങളൊക്കെ രക്ഷിതാക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.